ഇറാനെതിരെ അമേരിക്ക പാകിസ്ഥാന്റെ സഹായം തേടിയിരിക്കുന്നു എന്ന ചർച്ച വിപുലമായി നടക്കുന്നതിനിടയിലാണ് ഇന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ അമേരിക്കയിൽ എത്തി എന്ന് മാത്രമല്ല, ഇന്നത്തെ രാത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ സ്വീകരണം നൽകുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ കരസേനാ മേധാവിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുൻപേ ഒരുപാട് വിവാദ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള വിഷയം, കാശ്മീരിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ UN സഭയിൽ പാകിസ്ഥാനെതിരെ ശക്തമായിരിക്കുന്ന നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത്. അതോടുകൂടി അസീം മുനീറുമായിട്ട് അമേരിക്കയ്ക്ക് കുറച്ച് അകൽച്ച ഉണ്ടായിരുന്നു. 250-ാം സൈനിക വാർഷിക പരിപാടിക്ക് പാകിസ്ഥാനെ ക്ഷണിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ അതല്ല ഇപ്പോൾ അമേരിക്ക മറന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നത്തെ രാത്രിയുടെ അത്താഴ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ലിസ്റ്റിൽ അസീം മുനീറിൻ്റെ പേര് ആദ്യമായിട്ട് വന്നിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പാകിസ്ഥാന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സൈനിക മേധാവിത്വമുള്ള ഒരു രാഷ്ട്രീയമാണ്. അവരുടെ ആ രാജ്യം ആര് ജനാധിപത്യമായിട്ട് രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടാലും മേധാവിത്വമുള്ളതും ഭരണം അട്ടിമറിക്കാൻ വളരെ എളുപ്പം സാധിക്കുന്നതും സൈനിക നേതൃത്വമാണ്, സൈനിക മേധാവികൾക്കാണ്. പാകിസ്ഥാന്റെ ചരിത്രം അങ്ങനെയാണ്. ഇപ്പോഴത്തെ കലുഷിതമായിരിക്കുന്ന യുദ്ധ അന്തരീക്ഷത്തിൽ പാകിസ്ഥാന്റെ സഹായം അമേരിക്ക കിട്ടുക എന്നുള്ളത് വലിയ ആശ്വാസം കിട്ടുന്നതാണ്. നല്ലൊരു പ്രദേശം ഇറാന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനും ഇറാനും ഒക്കെ വലിയ സൗഹൃദ രാജ്യമാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ വർഷം ഒരു ഭീകര സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇറാൻ പാകിസ്ഥാനിൽ തിരിച്ചടിച്ചിരുന്നു. അതിനോടനുബന്ധിച്ച് പാകിസ്ഥാൻ തിരിച്ചടി ഇങ്ങോട്ട് നടത്തി. അങ്ങനെ ഒരു കലുഷിതമായിരിക്കൊരു അന്തരീക്ഷം ഈ ഗസ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതിൻ്റെ മധ്യേ നടന്നിരുന്നു. പിന്നീട് അത് അറബ് രാജ്യങ്ങൾ ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. പിന്നീട് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരപ്രവർത്തനം നടത്തുന്നു എന്നതായിരുന്നു ഇറാൻ ആരോപിച്ചിരുന്നത്. ഇറാന്റെ സൈനിക മേധാവിയായിരുന്ന ഖസീം സുലൈമാനിയുടെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായിരിക്കുന്ന അവിടെ ഒരു പരിപാടി നടത്തുന്നതിനിടെ ചാവര സ്ഫോടനം ഉണ്ടായി. 200-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. IIS ആണ് അതിൻ്റെ ഈ ഭീകര സ്ഫോടനവുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് എന്ന് അറിഞ്ഞതോടനുബന്ധിച്ചുള്ള അന്വേഷണത്തിൽ അത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകരപ്രവർത്തനമാണ് എന്ന് ഇറാന് ബോധ്യമായി. അങ്ങനെയാണ് അവർ തമ്മിൽ ഈ അതിർത്തിയുമായിട്ട് പങ്കിട്ടത്. ബലൂചിസ്ഥാൻ അതിർത്തിയുമായി പങ്കിട്ട ഭാഗങ്ങളിലാണ്, അവിടെ നിന്നാണ് നുഴഞ്ഞു കയറിയതെന്ന് പറയപ്പെടുന്നു. അതായിരുന്നു വിഷയം. ഏതായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ അന്ന് പരിഹരിച്ചു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ വേണമെങ്കിൽ ഇസ്രായേലിലേക്ക് ആണവ സ്ഫോടനം നടത്തും എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പിന്നീട് പാകിസ്ഥാൻ നിഷേധിച്ചു, അങ്ങനെ സംഭവമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സൈനിക മേധാവിത്വം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. പൂട്ടോ ഭരിക്കുന്ന കാലത്താണ് സിയാവുലക്ക് ഭരണം അട്ടിമറിക്കുന്നത്. പിന്നീട് നവാസ് ഭരിക്കുന്ന കാലത്ത് സൈനിക മേധാവിയായിരുന്ന പർവേസ് മുഷാറഫ് ഭരണം അട്ടിമറിച്ചു. ഇപ്പോൾ അസീം മുനീർ അവിടെ സൈനിക മേധാവിയാകുന്നു. തൊട്ട് മുൻപുണ്ടായിരുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഏത് തരത്തിലാണ് മരിച്ചു എന്നാണ് ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യുന്നത്. ക്ഷമിക്കണം, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്കതിൽ പ്രയാസമുണ്ട് എന്നുള്ളത്. എന്നാൽ ഏത് തരത്തിലാണ് മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഒരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവി അമേരിക്കയിൽ എത്തിയതോടനുബന്ധിച്ച് തന്നെ ഇമ്രാൻഖാനെ അനുകൂലിക്കുന്നവർ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തി അദ്ദേഹത്തെ തടയാൻ നോക്കി. പിന്നീട് അമേരിക്കൻ പോലീസും പട്ടാളമൊക്കെ ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതെന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആണവായുധ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആണവായുധ രാജ്യവുമായിട്ട് വലിയ ബന്ധം അമേരിക്കക്കുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ഈ പാകിസ്ഥാനിലേക്ക് ആണവായുധം എത്തപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാര്യകാരണത്തിലൊക്കെ പാകിസ്ഥാന് വലിയ പങ്കുണ്ട് എന്ന്, ഈ അമേരിക്ക വലിയ പങ്കുണ്ട് എന്ന് അന്ന് തന്നെ ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള കഠിന ശ്രമങ്ങൾ അമേരിക്ക നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യുകയാണ്. മുമ്പ് ചെയ്ത പ്രവർത്തകളൊന്നും അമേരിക്കയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഓർമ്മ പോലുമില്ല. എന്തിന് സിറിയയുടെ പ്രസിഡന്റ്, ഇപ്പോൾ ഭരിക്കുന്ന പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദിയുടെ നേതാവാണ്. $10 മില്യൺ തലക്ക് ഇനാം പ്രഖ്യാപിക്കപ്പെട്ട അതേ വ്യക്തിയെ
സൗദി അറേബ്യയിൽ വെച്ച് ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു, അണച്ചുകൂട്ടി. അദ്ദേഹം സിറിയയുടെ പ്രസിഡന്റായാലും ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞു. ഉപരോധ കാര്യങ്ങൾ എടുത്തു കളയാൻ തീരുമാനിച്ചു. സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. ഭീകരവാദത്തെ എങ്ങനെയാണ് ഇവർ സമീപിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവിടെ തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് സഹായം കിട്ടുകയാണെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വളരെ എളുപ്പം കഴിയും. അതിർത്തി പങ്കിടുന്ന രാജ്യം പ്രദേശം എന്ന രീതി നോക്കുന്ന സമയത്ത് അതായത് അതിർത്തി പങ്കിടുന്ന ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യവുമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ പാകിസ്ഥാൻ്റെ രാജ്യത്തിന് മുൻപ് അസർബൈജാനുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യ ചർച്ച നടത്തിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ടില്ലെങ്കിലും അവിടെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, ഈ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ കണ്ടവരുണ്ട് എന്നൊക്കെ പറയുന്നു. അതൊന്നും വിശ്വാസമല്ല, സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന ഭാഗമായിട്ടുള്ളതാണ്. ഒരുപക്ഷെ സത്യമാവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മേഖല കണ്ട് ഈ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് സഹായം നൽകുകയാണെങ്കിൽ ഇസ്ലാമാബാദിൽ നിന്ന് അതിൻ്റെ ക്യാപിറ്റൽ തലസ്ഥാനത്ത് നിന്ന് തെഹ്റാനിലേക്ക് 3108 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ അതിർത്തിയായിരിക്കുന്ന ടഫ്റ്റൻ എന്ന് പറയുന്ന ഒരു സ്ഥലവും അതോടെ തന്നെ ഗബ്ദ് എന്ന് പറയുന്ന സ്ഥലവും പാകിസ്ഥാൻ്റെ അതിർത്തിയുടെ ഭാഗമായിട്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം 300 മുതൽ 400 കിലോമീറ്റർ ദൂരെ പറന്നു കഴിഞ്ഞാൽ തെഹ്റാനിലെത്തും. ഇപ്പോൾ തെഹ്റാനാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്, ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇവിടെയാണ് തന്ത്രപ്രധാനമായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മിഷനറി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന സർവ്വ മേഖലയുള്ളത്. അത് കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും സജീവമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ ഏരിയയിലാണ്. അതുകൊണ്ട് ഈ സർവ്വ മേഖലയും ഏകദേശം സ്കെച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാനോ ഇസ്രായേലിന് ആളുണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. അതായത് രഹസ്യ വിവരങ്ങളെല്ലാം ചോർന്ന് ഈ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെടുന്നതൊക്കെ വളരെ സുപ്രഭാതത്തിൽ വെറുതെ ബോംബ് സ്ഫോടനം നടത്തുന്ന സമയത്ത് അങ്ങനെ കൊല്ലപ്പെടുന്നതല്ല, കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ താമസ സ്ഥലവും അവർ നീങ്ങുന്നതും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത്. ഒന്നുകിൽ വെടികൊണ്ടാണ് മരിക്കുന്നത്, അതല്ലെങ്കിൽ മിസൈൽ ആക്രമണം കൊണ്ടാണ് മരിക്കുന്നത്. എന്നിട്ട് അതിന് മേലെ ഇവർ ആകാശത്ത് നിന്ന് വേറെ ബോംബ് ഇടുന്ന സമയത്ത് ബോംബ് സ്ഫോടനം കൊണ്ട് മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. ഇവിടെ പടിഞ്ഞാറൻ മീഡിയകളെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഇസ്രായേൽ പറയുന്നത് അത് അങ്ങനെ തന്നെ ഫോട്ടോസ്റ്റാറ്റാക്കി പകർത്തി എഴുതുന്ന ഒരു പ്രവർത്തനമല്ലാതെ മറ്റൊരു കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ അവർ ഈ കാലം വരെ ചെയ്തിട്ടില്ല, അവർ ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ വിഷയങ്ങൾ എവിടേക്ക് എത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയുണ്ട്. 100% അമേരിക്കയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇറാനെതിരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് വിലയിരുത്തുന്നു. എന്നാൽ ഈ അവസരം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് പാകിസ്ഥാൻ കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അംഗീകാരം ഇന്ത്യക്ക് അമേരിക്ക നൽകിയിട്ടുണ്ട്. അവരുമായി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചതാണ്, ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാജ്യത്തിന് നേരെ നടത്തിയ വെടിവെപ്പാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അങ്ങനെ ആ സമയത്ത് പാകിസ്ഥാൻ അതേ നാണയത്തിൽ തന്നെ അംഗീകാരം നൽകുന്ന സമയത്ത് വലിയ പ്രയാസമുണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക അവരെ ഒഴിവാക്കി. അത് ഒഴിവാക്കിയതിൽ അവർ വലിയ നിരാശയും പ്രയാസവും അന്ന് പ്രകടിപ്പിച്ചതാണ്. അങ്ങനെ ലേശം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കും പാകിസ്ഥാനും ഉണ്ടായി. അവസരം വന്ന സമയത്ത് അവരത് ഉപയോഗിക്കുന്നു, അവസരം വന്ന സമയത്ത് അമേരിക്ക പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. എന്നാൽ ഇറാനെതിരെ ഇത്തരമൊരു നടപടിക്രമങ്ങൾ എടുക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ മേധാവികളുമായി അറബ് രാജ്യങ്ങൾക്ക് സംസാരിക്കാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ പല അറബ് രാജ്യങ്ങളും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇറാനെതിരെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഇറാൻ്റെ തിരിച്ചടി എത്രത്തോളം ശക്തമാണ് എന്ന് കണക്ക് കൂട്ടാൻ ഇസ്രായേലിനോ അമേരിക്കക്കോ ലോകത്തെ ഒരു രാജ്യങ്ങൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതു തരത്തിലാണ് നിലപാടെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.